ഡിസംബർ 26 ചൊവ്വാഴ്ച. മത്തായി 10:17 മുതൽ 22 വരെ വാക്യങ്ങൾ. എന്തൊരു ഞെട്ടിപ്പിക്കുന്ന വൈരുദ്ധ്യം! ഇന്നലെ സഭ ലോകരക്ഷകനായ യേശുവിൻ്റെ സന്തോഷകരമായ ജന്മദിനം ആഘോഷിച്ചു. ഇന്ന് നാം ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനെ ആദരിക്കുന്നു. ഇന്നലെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന വിനീതവും വിലയേറിയതുമായൊരു കുഞ്ഞിനെ ലോകം നോക്കി. ഈ കൊച്ചുകുട്ടിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചതിന് വിശുദ്ധ സ്റ്റീഫൻ ഒഴുക്കിയ രക്തത്തിൻ്റെ സാക്ഷികളായി ഇന്ന് നമ്മൾ നിലകൊള്ളുന്നു. വിശുദ്ധ സ്റ്റീഫൻ്റെ മരണം AD 36 ജെറുസലമിലെ ക്രിസ്ത്യൻ ഡീക്കനും ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയുമാണ് സ്റ്റീഫൻ. യഹൂദരുടെ കോടതിയുടെ മുമ്പാകെ തൻ്റെ വിശ്വാസത്തെ പ്രതിപാദിച്ചത് അവനെ യഹൂദ സദസ്സിനെ പ്രകോപിപ്പിക്കാൻ കാരണമായി. അവനെ നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. അവൻ്റെ അവസാന വാക്കുകൾ തന്നെ ആക്രമിച്ചവർക്കുള്ള ക്ഷമയുടെ പ്രാർത്ഥന. കുരിശിൽ കിടന്ന് യേശു പറഞ്ഞ അതേ വാക്കുകളെ പ്രതിധ്വനിക്കുന്നു. ക്രിസ്മസ് ഒക്ടോബറിൻ്റെ ഈ 2-ാം ദിവസം സഭയുടെ കലണ്ടറിൽ ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയുടെ തിരുനാൾ ഉൾപ്പെടുത്താൻ ഒരുപക്ഷെ നിരവധി കാരണങ്ങളുണ്ടായേക്കാം. ബത്ലഹേമിൽ ശിശുവായി ജനിച്ച യേശുവിന് നമ്മുടെ ജീവൻ നൽകിയാലുള്ള അനന്തരഫലങ്ങൾ പെട്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഒരു കാരണം. എന്തൊക്കെയാണ് ഈ അനന്തരഫലങ്ങൾ? പീഡനവും മരണവും എന്തുണ്ടായാലും പിന്നോട്ട് വെക്കാതെ നമുക്കുള്ളതെല്ലാം യേശുവിന് നൽകണം. ക്രിസ്തുവിൻ്റെ ജനനത്തിന് നമ്മിൽ നിന്ന് എല്ലാം ആവശ്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം പൂർണ്ണമായും കരുതലില്ലാതെയും അവന് സമർപ്പിക്കാൻ നാം തയ്യാറായിരിക്കണം. ലോകരക്ഷകൻ്റെ ജനനം എന്നതിന് അർത്ഥം നാം നമ്മുടെ ജീവിതത്തിന് മുൻഗണന നൽകുകയും മറ്റെല്ലാറ്റിനുമുപരിയായി നമ്മുടെ സ്വന്തം ജീവിതത്തിനുമുപരിയായി അവനെ തിരഞ്ഞെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാവുകയും വേണം. യേശുവിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ നാം തയ്യാറായിരിക്കണം. നിസ്വാർത്ഥമായും അവൻ്റെ ഏറ്റവും വിശുദ്ധമായ ഹിതത്തോട് വിശ്വസ്തയോടെയും ജീവിക്കണം നമ്മൾ. ഓരോ കാലത്തിൻ്റെയും കാരണം യേശുവാണ് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇത് സത്യമാണ്. ജീവൻ്റെ കാരണവും കരുതലില്ലാതെ നമ്മുടെ ജീവൻ നൽകാനുള്ള കാരണവും അവനാണ്. ലോകരക്ഷകൻ്റെ ജനനം നമ്മുടെ മേൽ ചുമത്തിയ ആവശ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഒരു ഭൗമിക വീക്ഷണത്തിൽ ഈ ആവശ്യകത അതിര് കടന്നതായി തോന്നാം. എന്നാൽ വിശ്വാസത്തിൻ്റെ വീക്ഷണകോണിൽ യേശുവിൻ്റെ ജനനം നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കൃപയുടെയും സമ്പൂർണ്ണ സ്വയം ദാനത്തിൻ്റെയും ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ കൂടുതൽ പൂർണ്ണമായി നൽകാൻ വിളിക്കുന്ന ക്രിസ്തുവിൻ്റെ വഴികൾ നോക്കി ഈ ക്രിസ്മസ് ആഘോഷം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. എല്ലാം ദൈവത്തിനും മറ്റുള്ളവർക്ക് നൽകാൻ ഒരിക്കലും ഭയപ്പെടരുത്.
ഇത് ഒരു ത്യാഗമാണ്. ഈ ത്യാഗത്തിന് നമ്മെ നിദാനമാക്കുന്നത് യേശുവിന് നമ്മളോടുള്ള സ്നേഹമാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട്, വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട്, സ്നേഹപൂർവം പോളച്ചൻ CSSR ഫ്രം കേരള.